ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എ ന്യൂ ക്ലാസ്. ഇന്ന് നമ്മൾ നോർമൽ ലേബറിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. നോർമൽ ലേബറിൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഏതാനും ചില പോയിൻറ്റുകളും അതിൻ്റെ എക്സ്പ്ലനേഷൻസുമാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലെ ഓരോ സ്ലൈഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട തിയറിയാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണുക. അതുപോലെ തന്നെ ഇത് ആദ്യമായിട്ട് കാണുന്നവർ ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ക്ലാസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഉപകാരപ്പെടുന്നവർക്ക് ഇത് ദയവായി ഷെയർ ചെയ്യുക, അവരും കാണട്ടെ. എല്ലാവർക്കും ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാകുന്നെങ്കിൽ അത്രയും മാക്സിമം ആൾക്കാർക്ക് ഉപകാരപ്പെടട്ടെ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നോർമൽ ലേബർ. സോ ഡെഫിനിഷൻ എന്താണ് നോർമൽ ലേബറിൻ്റെ ഡെഫിനിഷൻ? Series of events that take place in the genital organs in an effort to expel the viable products of conception, that is fetus, placenta and the membranes, out of the womb through the vagina into the outer world is called labor. അതായത് നമ്മൾ വയബിൾ പ്രൊഡക്ട്സ് ഓഫ് കൺസെപ്ഷൻ, അതായത് ഫീറ്റസ്, പ്ലാസൻറ്റ ആൻഡ് മെംബ്രെയിൻ വൂമ്പിൽ നിന്ന്, അതായത് യൂട്രസിൽ നിന്നും വജൈന വഴി പുറത്തേക്ക് എക്സ്പെൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ലേബർ. അതായത് ജെനറ്റൽ ഓർഗൻസ് ആണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അതാണ് ഇതിലെ ഏറ്റവും പ്രത്യേകത. ജെനറ്റൽ ഓർഗൻസിലുണ്ടാവുന്ന സീരീസ് ഓഫ് ഈവൻറ്റ്സ് അതുവഴി പ്രൊഡക്ട്സ് ഓഫ് കൺസെപ്ഷൻ പുറത്തെത്തിക്കുന്നു ത്രൂ വജൈന. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലേബർ എന്ന് പറയുന്നത്. അപ്പം ഡെലിവറി എന്ന വാക്ക് അപ്പോൾ നമ്മളുടെ ചോദ്യമായിട്ട് വരും. എന്താണ് ഡെലിവറി? ഇറ്റ് ഈസ് ദ എക്സ്പെൽഷൻ ഓർ എക്സ്ട്രാക്ഷൻ ഓഫ് വയബിൾ ഫീറ്റസ് ഔട്ട് ഓഫ് ദ വോംബ്. അതായത് വോമ്പിൽ നിന്നും, അതായത് യൂട്രസിൽ നിന്നും വയബിൾ ആയിട്ടുള്ള ഒരു ഫീറ്റസിനെ മാത്രം പുറത്തെടുക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ ഡെലിവറി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് സിനോണിമസ് വിത്ത് ലേബർ. ലേബറും അതും ഒരേ മീനിങ് അല്ല. ഡെലിവറി ക്യാൻ ടേക്സ് പ്ലേസ് വിത്തൗട്ട് ലേബർ ആസ് ഇൻ എലക്റ്റീവ് സിസേറിയൻ സെക്ഷൻ. അപ്പോൾ ലേബർ ജെനൈറ്റൽ ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സീരീസ് ഓഫ് ഇവൻറ്റ്സ് ആണ്. പക്ഷേ ഇവിടെ ഡെലിവറി എന്ന് പറഞ്ഞാൽ അവിടെ ജെനൈറ്റൽ ഓർഗൻസ് ഇൻവോൾവ് ആവണം എന്നില്ല. നമ്മൾക്ക് അബ്ഡോമിനലായിട്ടും വെജൈനലായിട്ടും ഒക്കെ ഏത് രീതിയിലും വേണമെങ്കിലും, സ്പോണ്ടേനിയസ് ആയിട്ട് അല്ലെങ്കിൽ എയ്ഡഡ് ആയിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡെലിവറി നടത്താവുന്നതാണ്. അപ്പം ഡെലിവറിയും ലേബറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ലേബർ ജെനൈറ്റൽ ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ട സീരീസ് ഓഫ് ഈവൻറ്റ്സ് ആണ്. രണ്ടിലും പ്രൊഡക്ട്സ് ഓഫ് കൺസെപ്ഷൻ, അതായത് വയബിൾ പ്രൊഡക്ട്സ് ഓഫ് കൺസെപ്ഷൻ, എസ്പെഷ്യലി ഡെലിവറിയിൽ ബേബി മാത്രം ആണ് അതിൽ ഉദ്ദേശിക്കുന്നത്. മറ്റ് ലേബറിൽ ബേബി, പ്ലാസൻറ്റ ആൻഡ് മെംബ്രെയിൻസ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് നോർമൽ ലേബർ എന്താണെന്ന് നോക്കാം. നോർമൽ ലേബറിൻ്റെ മറ്റൊരു വാക്കാണ് യൂട്ടോസിയ. സോ ലേബർ ഈസ് കോൾഡ് നോർമൽ ഇഫ് ഇറ്റ് ഫുൾഫിൽസ് ദ ഫോളോയിങ് ക്രൈറ്റീരിയ. ഈ താഴെ കൊടുത്തിരിക്കുന്ന ക്രൈറ്റീരിയകൾ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ അത് നമുക്ക് നോർമൽ ലേബർ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ആ ക്രൈറ്റീരിയ? ഒന്ന്, സ്പോണ്ടേനിയസ് ഇൻ ഓൺസെറ്റ് ആൻഡ് അറ്റ് ടേം. ഇപ്പം നമ്മൾ അതിൻ്റെ ലേബറിൻ്റെ ഓൺസെറ്റ് സ്പോണ്ടേനിയസ് ആയിരിക്കണം, അതുപോലെ തന്നെ ടേം ആയിരിക്കണം, അതുപോലെ തന്നെ വിത്ത് വെർട്ടെക്സ് പ്രസൻറ്റേഷൻ, അതായത് കുട്ടിയുടെ സിഫാലിക് അല്ലെങ്കിൽ വെർട്ടെക്സ് പ്രസൻറ്റേഷൻ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അതുപോലെ വിത്തൗട്ട് അൺഡ്യൂ പ്രൊലോങ്ങേഷൻ, അകാരണമായിട്ടുള്ള പ്രൊലോങ്ങേഷൻ ഉണ്ടാവാൻ പാടില്ല. ദ നാച്ചുറൽ ടെർമിനേഷൻ വിത്ത് മിനിമൽ എയ്ഡ്സ്. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള പ്രസവമായിരിക്കണം, മിനിമം ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള പ്രസവമായിരിക്കണം. വിത്തൗട്ട് ഹാവിങ് എനി കോംപ്ലിക്കേഷൻസ് അഫക്റ്റിംഗ് ദ ഹെൽത്ത് ഓഫ് ദി മദർ ആൻഡ് ദ ബേബി. അമ്മയുടെയും കുട്ടിയുടെയും ഹെൽത്തിന് യാതൊരു കോംപ്ലിക്കേഷനും വരാത്ത രീതിയിലുള്ള ഒരു ഡെലിവറി ആയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണെങ്കിലാണ് അതിനെ നോർമൽ ലേബർ എന്ന് പറയുന്നത്. സ്പോണ്ടേനിയസ് ഓൺസെറ്റ്, ടേം, വെർട്ടെക്സ് പ്രസൻറ്റേഷൻ, വിത്തൗട്ട് അൺഡ്യൂ പ്രൊലോങ്ങേഷൻ, നാച്ചുറൽ ടെർമിനേഷൻ വിത്ത് മിനിമൽ എയ്ഡ്സ്, വിത്തൗട്ട് ഹാവിങ് എനി കോംപ്ലിക്കേഷൻസ്. അതാണ് നോർമൽ ലേബർ എന്ന് പറയുന്നത്. അപ്പം അബ്നോർമൽ ലേബറിൻ്റെ എന്താണെന്നുള്ള ചോദ്യം വരും. അപ്പോൾ വാട്ട് ഈസ് അബ്നോർമൽ ലേബർ? ഇതിനെ വേറൊരു വാക്കാണ് ഡിസ്റ്റോസിയ. സോ അബ്നോർമൽ ലേബർ എന്ന് പറഞ്ഞാൽ എനി ഡീവിയേഷൻ ഫ്രം ദ ഡെഫിനിഷൻ ഓഫ് നോർമൽ ലേബർ ഈസ് കോൾഡ് അബ്നോർമൽ ലേബർ. അപ്പോൾ നമ്മൾ ഓൾറെഡി നോർമൽ ലേബറിൻ്റെ ഡെഫിനിഷൻസ് എന്താണെന്ന് പറഞ്ഞു. അതിൽ നിന്ന് എന്ത് ഡീവിയേഷൻ വന്നാലും നമുക്കതിനെ അബ്നോർമൽ ലേബറായിട്ട് കണക്കാക്കാം. അടുത്തത് കോസസ് ഓഫ് ഓൺസെറ്റ് ഓഫ് ലേബർ. കോസസ് ഓഫ് ഓൺസെറ്റ് ഓഫ് ലേബർ. ലേബർ എങ്ങനെയാണ് തുടങ്ങുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഓൺസെറ്റിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്. അതിന് പ്രിസൈസ് ആയിട്ടുള്ള ഒരു മെക്കാനിസം എന്താണെന്നുള്ളത് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും കുറേ തിയറീസാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ തിയറിയാണ് യൂട്രൈൻ ഡിസ്റ്റൻഷൻ, അതായത് സ്ട്രെച്ചിങ് എഫക്റ്റ് ഓൺ ദ മയോമെട്രിയം ബൈ ദ ഗ്രോയിങ് ഫീറ്റസ് ആൻഡ് ദ ലിക്കർ അമ്നി. അതായത് അമ്നിയോട്ടിക് ഫ്ലൂയിഡും ഗ്രോയിങ് ഫീറ്റസും രണ്ടും യൂട്രസിനെ ഡിസ്റ്റെൻഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് ഒരു തിയറി പറയുന്നത്.
അടുത്തത് ഫീറ്റോ പ്ലാസെൻ്റൽ കോൺട്രിബ്യൂഷൻ, അതായത് കാസ്കേഡ് ഓഫ് ഈവൻറ്റ്സ് ആക്ടിവേറ്റ് ദ ഫീറ്റൽ ഹൈപ്പോതലാമിക് പിറ്റ്യൂട്ടറി അഡ്രിനൽ ആക്സിസ് ലീഡിങ് ടു ആക്സിലേറ്റർ പ്രൊഡക്ഷൻ ഓഫ് ഈസ്ട്രജൻ ആൻഡ് പ്രോസ്റ്റാഗ്ലാൻഡിൻ ഫ്രം ദ പ്ലാസെൻറ്റ. അതായത് ഒരു അൺനോൺ കോസ് വിൽ ക്രിയേറ്റ് ഫീറ്റൽ ഹൈപ്പോതലാമിക് പിറ്റ്യൂട്ടറി അഡ്രിനൽ ആക്സിസ് സ്റ്റിമുലേഷൻ. ഫീറ്റസിൻ്റെ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി അഡ്രിനൽ ആക്സിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ ഈസ്ട്രജൻ്റെ പ്രൊഡക്ഷൻ അതുവഴി കൂടുകയും അതുപോലെ തന്നെ പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും അങ്ങനെ അത് പ്ലാസൻ്റയെ സ്റ്റിമുലേറ്റ് ചെയ്ത് ലേബറിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് അടുത്ത സ്ലൈഡിൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഞാൻ കാണിച്ചു തരാം. പിന്നെ മറ്റ് ഫാക്ടേഴ്സ് അതിനെ സഹായിക്കുന്നത് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, പ്രോസ്റ്റാഗ്ലാൻഡിൻ, ഓക്സിറ്റോസിൻ ആൻഡ് മയോമെട്രിയൽ ഓക്സിറ്റോസിൻ റിസപ്റ്റേഴ്സ്, ന്യൂറോളജിക്കൽ ഫാക്ടേഴ്സ്, ഇങ്ങനെ പല കാരണങ്ങൾ കൂടിച്ചേർന്ന ഒരു ഈവൻ്റ് ആണെന്നാണ് പറയുന്നത്. അതിൽ ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്കറിയാം പോസിബിൾ മെക്കാനിസം ഇൻ ഇനീഷ്യേഷൻ ഓഫ് ലേബർ. അപ്പം ആദ്യത്തെ ഏറ്റവും മുകളിലായിട്ട് നോക്കുക, എക്സ് ഫാക്ടർ എന്നാണ് പറയുന്നത്, ആക്ടിവേഷൻ ഓഫ് ഫീറ്റൽ ഹൈപ്പോതലാമിക് പിറ്റ്യൂട്ടറി അഡ്രിനൽ ആക്സിസ്. എക്സ് ഫാക്ടർ ഒരു അൺനോൺ ഫാക്ടർ കോസസ് ആക്ടിവേഷൻ ഓഫ് ഫീറ്റൽ ഹൈപ്പോതലാമിക് പിറ്റ്യൂട്ടറി അഡ്രിനൽ ആക്സിസ്. അപ്പോൾ കുട്ടിയുടെ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി അഡ്രിനൽ ആക്സിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു എന്തോ ഒരു അൺനോൺ ഫാക്ടർ. അപ്പോൾ അതുവഴി കോർട്ടിസോൾ എമൗണ്ട് കൂടുകയും അഡ്രിനൽ ഹോർമോണാണല്ലോ കോർട്ടിസോൾ എമൗണ്ട് കൂടുകയും അത് പ്ലാസൻ്റയെ സ്വാധീനിക്കുകയും ചെയ്യും. അപ്പം ഈ പ്ലാസൻ്റയെ സ്വാധീനിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, ഈസ്ട്രജൻ എമൗണ്ട് കൂടുകയും അതുപോലെ തന്നെ പ്രൊജസ്ട്രോൺ എമൗണ്ട് കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ഈസ്ട്രജൻ എമൗണ്ട് കൂടുമ്പോൾ അത് ബ്ലഡിൽ എത്തി മെറ്റേണൽ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യും. മെറ്റേണൽ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് നമുക്ക് ഓക്സിറ്റോസിൻ പ്രൊഡക്ഷൻ ഉണ്ടാവും. ഓക്സിറ്റോസിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യൂട്രൈൻ കൺട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഹോർമോണാണ്. അപ്പോൾ ഓക്സിറ്റോസിൻ പോയി ആക്ടിവേഷൻ ഓഫ് മയോമെട്രിയൽ കൺട്രാക്റ്റൈൽ സിസ്റ്റം ആവുന്നു. അതേസമയം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഈ ഭാഗത്ത് പ്രൊജസ്ട്രോൺ കുറയുന്നു, പ്ലാസൻ്റയിൽ നിന്നുള്ള പ്രൊജസ്ട്രോൺ കുറയുന്നു. ആ പ്രൊജസ്ട്രോൺ നമ്മളെ ബാലൻസ്, അതായത് പ്രൊജസ്ട്രോൺ ഈസ്ട്രജൻ തമ്മിൽ ബാലൻസ് ഉണ്ട് പ്രഗ്നൻസി നിലനിർത്തുന്നത്. അപ്പം ആ പ്രൊജസ്ട്രോൺ ഈസ്ട്രജൻ ബാലൻസ് തെറ്റുകയും അതുവഴി നമ്മൾക്ക് വീണ്ടും പ്ലാസൻ്റ, അമ്നിയോൺ, കോറിയോൺ, ഡെസിഡുവ അങ്ങനെയുള്ള എല്ലാത്തിനെയും അത് ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പം ഈ പ്ലാസൻ്റ, അമ്നിയോൺ, കോറിയോൺ ഓക്സിറ്റോസിനും അതുപോലെ തന്നെ ആൾട്ടേർഡ് ബാലൻസും രണ്ടും തുടർന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഓക്സിറ്റോസിൻ കൂടും, പ്രോസ്റ്റാഗ്ലാൻഡിൻ E2 കൂടും, പ്രോസ്റ്റാഗ്ലാൻഡിൻ F2 ആൽഫ കൂടും, അതുപോലെ തന്നെ നൈട്രിക് ഓക്സൈഡ്, ഇങ്ങനെയുള്ള എല്ലാ കെമിക്കൽസും കൂടുകയും അത് വീണ്ടും മയോമെട്രിയൽ കൺട്രാക്റ്റൈൽ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ മെക്കാനിസമായിട്ട് പറയുന്നത്. അതുപോലെ ഈ നമ്മുടെ ഇപ്പം മയോമെട്രിയൽ കൺട്രാക്റ്റൈൽ സിസ്റ്റം ഉണ്ടല്ലോ, ആ യൂട്രൈൻ കൺട്രാക്റ്റൈൽ സിസ്റ്റം, അതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ബേസിക് എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ഈ സ്ലൈഡിൽ പറയുന്നത്. അതിൽ ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ഉണ്ടാവാം, മയോസിൻ ഫിലമെൻറ്റ്സ് ഉണ്ടാവാം, അതുപോലെ തന്നെ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ATP, അതായത് എനർജി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ദെൻ എൻസൈം മയോസിൻ ലൈറ്റ് ചെയിൻ കൈനേസ് എൻസൈം. അപ്പം ഇത്രയും കാര്യങ്ങൾ, അതിൻ്റെ കൂടെ കാൽഷ്യം അയോൺസ്, കൺട്രാക്റ്റിലിറ്റി കൂട്ടുന്ന കാൽഷ്യം അയോൺസ്. ഇതാണ് ഈ ബേസിക് എലമെൻറ്റ്സ് ഇൻവോൾവ് ഇൻ ദ യൂട്രൈൻ കൺട്രാക്റ്റൈൽ സിസ്റ്റം. ഇനി നമുക്ക് പറയാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഫോൾസ് പെയിൻ. സോ ഫോൾസ് പെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫൗണ്ട് മോർ ഇൻ പ്രൈമി ഗ്രാവിഡ ദാൻ ഇൻ പാരസ് 1. പ്രൈമിയിലാണ് ഫോൾസ് പെയിൻ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇറ്റ് യൂഷ്വലി അപ്പിയേഴ്സ് പ്രയർ ടു ദ ഓൺസെറ്റ് ഓഫ് ട്രൂ ലേബർ പെയിൻ ബൈ 1 to 2 weeks ഇൻ പ്രൈമി ഗ്രാവിഡ ആൻഡ് ബൈ എ ഫ്യൂ ഡേയ്സ് ഇൻ മൾട്ടിപാര. അപ്പം പ്രൈമിയിൽ ഏകദേശം ലേബർ തുടങ്ങുന്നതിൻ്റെ 1-2 ആഴ്ച മുൻപ് തന്നെ ഈ ഫോൾസ് പെയിൻ വരാറുണ്ട്. എന്തുകൊണ്ടാണ് ഫോൾസ് പെയിൻ വരുന്നത് എന്നുള്ളതാണ്. പ്രോബബ്ലി ഡ്യൂ ടു ദ സ്ട്രെച്ചിങ് ഓഫ് ദ സെർവിക്സ് ആൻഡ് ദ ലോവർ യൂട്രൈൻ സെഗ്മെൻറ്റ് വിത്ത് കോൺസിക്വൻറ്റ് ഇറിറ്റേഷൻ ഓഫ് ദ നെയ്ബറിംഗ് ഗാംഗ്ലിയ. അതായത് കുട്ടി പെൽവിക് ക്യാവിറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ there will be some stretching of the cervix and the lower uterine segment. അപ്പോൾ ആ സ്ട്രെച്ചിങ് വരുമ്പോൾ നമ്മൾക്കറിയാം ആ ഏരിയയിലുള്ള നെർവ് ഗാംഗിലേക്ക് ഇറിറ്റേഷൻ സംഭവിക്കും. ആ ഇറിറ്റേഷനാണ് നമുക്ക് ഫോൾസ് പെയിനായിട്ട് ഈ ഗർഭിണിക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ കാരണമായിട്ട് പറയുന്നത്. അടുത്തത് പ്രീ ലേബർ എന്ന കോൺസെപ്റ്റാണ്. എന്താണ് പ്രീ ലേബർ? അത് ലേബറിന് മുമ്പായിട്ടുള്ളൊരു സ്റ്റേജിനെയാണ് നമ്മൾ പ്രീ ലേബർ എന്ന് പറയുന്നത്. ഇറ്റ് ബിഗിൻസ് 2 to 3 weeks ബിഫോർ ദ ഓൺസെറ്റ് ഓഫ് ട്രൂ ലേബർ ഇൻ പ്രൈമി ഗ്രാവിഡെ ആൻഡ് എ ഫ്യൂ ഡേയ്സ് ബിഫോർ ഇൻ മൾട്ടി ഗ്രാവിഡെ. അപ്പോൾ 2-3 ആഴ്ച, ഇപ്പോൾ നമ്മൾ പറഞ്ഞ അതേ അവസ്ഥ തന്നെയാണ്. 2-3 ആഴ്ച മുമ്പ് ഈ പ്രീ ലേബറിൽ തന്നെയാണ് നമുക്ക് ഫോൾസ് പെയിൻ വരുന്നത്. അപ്പം 2-3 ആഴ്ച മുമ്പായിട്ടുള്ള ഒരു അവസ്ഥ, ആ ഒരു സമയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രീ ലേബർ. ഈ പ്രീ ലേബറിലെ ചില പ്രത്യേകമായിട്ടുള്ള ഫീച്ചേഴ്സാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ഫീച്ചർ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ലൈറ്റനിങ്. എന്താണ് ലൈറ്റനിങ്?
അതായത് നമുക്കറിയാം സാധാരണ ഈ കുട്ടി യൂട്രസ് വലുതാവുമ്പോൾ 36 വീക്സൊക്കെ ആവുന്ന അവസ്ഥയിലേക്ക് കുട്ടിയുടെ, നിങ്ങൾക്ക് ഈ മുകളിലുള്ള ചിത്രം നോക്കിയാൽ കാണാം അല്ലേ, കുട്ടി വലുതായി വന്ന് അമ്മയുടെ ഡയഫ്രത്തിൻ്റെ അവിടെ വന്ന് കംപ്രഷൻ ഉണ്ടാവും. അപ്പോൾ അമ്മയ്ക്ക് കൃത്യമായി ശ്വാസം എടുക്കുന്നതിൽ പ്രയാസം അനുഭവപ്പെടും. എന്നാൽ ഈ സെർവൈക്കൽ ഡയലറ്റേഷൻ അതുപോലെ തന്നെ ഈ സെർവൈക്കൽ ഇഫേസ്മെൻറ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് ലോവർ യൂട്രൈൻ സെഗ്മെൻറ്റ് ഫോം ചെയ്യാൻ തുടങ്ങുമ്പോൾ കുട്ടിയുടെ ഹെഡ് താഴത്തേക്ക് ഇറങ്ങാൻ തുടങ്ങും. അതായത് പെൽവിക് ബ്രിമ്മിലേക്ക് താഴത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആ കംപ്രഷൻ കുറയുകയും അങ്ങനെ ഡയഫ്രം കുറച്ച് റിലീസ് ആൻഡ് റിലാക്സ്ഡ് ആവുകയും അപ്പോൾ അമ്മയ്ക്ക് ഒരു കംഫർട്ട് തോന്നുകയും ചെയ്യും. ആ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ ലൈറ്റനിങ് എന്ന് പറയുന്നത്. The presenting part sinks into the true pelvis. It is due to the active pulling up of the lower pole of the uterus around the presenting part. അപ്പോൾ ലോവർ പോൾ മുകളിലേക്ക് വരും, സ്ട്രെച്ച് ചെയ്തിട്ട് അപ്പർ സെഗ്മെൻറ്റിലേക്ക് കൺജോയിൻ്റായി വരും. ഇറ്റ് സിഗ്നിഫൈസ് ദ ഇൻകോപ്പറേഷൻ ഓഫ് ദ ലോവർ യൂട്രൈൻ സെഗ്മെൻറ്റ് ഇൻ ടു ദ വാൾ ഓഫ് ദ യൂട്രസ്. ലോവർ യൂട്രൈൻ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ സംഭവം നഷ്ടപ്പെട്ടിട്ട് യൂട്രസ് ഒരു ക്യാവിറ്റി പോലെ അത് ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ കുട്ടിയുടെ തല താഴത്തേക്ക് ഇറങ്ങും. ദിസ് ഡിമിനിഷസ് ദ ഫണ്ടൽ ഹൈറ്റ് ആൻഡ് ഹെൻസ് മിനിമൈസസ് ദ പ്രഷർ ഓൺ ദ ഡയഫ്രം. അപ്പം ഡയഫ്രത്തിലുള്ള പ്രഷർ കുറയുമ്പോൾ ആ അമ്മയ്ക്ക് മദർ എക്സ്പീരിയൻസസ് എ സെൻസ് ഓഫ് റിലീഫ് ഫ്രം ദ മെക്കാനിക്കൽ കാർഡിയോ റെസ്പിറേറ്ററി എംബാരസ്മെൻറ്റ്. അതാണ് ലൈറ്റനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ചിത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ആദ്യത്തെ ചിത്രത്തിൽ ഡയഫ്രം കംപ്രസ് ചെയ്തായിരിക്കുന്നത്, രണ്ടാമത്തെ ചിത്രം വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഡയഫ്രം കംപ്രസ് ആയിട്ടില്ല. അപ്പോൾ അമ്മയ്ക്ക് കൂടുതൽ നന്നായിട്ട് ശ്വാസം എടുക്കാൻ പറ്റും. ആ ഒരവസ്ഥയ്ക്കാണ് ലൈറ്റനിങ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ഈ പ്രീ ലേബറിലുണ്ടാകുന്ന സെർവൈക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എ ഫ്യൂ ഡേയ്സ് പ്രയർ ടു ദ ഓൺസെറ്റ് ഓഫ് ലേബർ സെർവിക്സ് ബിക്കംസ് റൈപ്പ്. അപ്പോൾ റൈപ്പൻഡ് സെർവിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർവീസ് സോഫ്റ്റ് ആയിരിക്കും, 80% ഇഫേസ്ഡ് ആയിരിക്കും. എന്താണ് ഇഫേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? ടേക്കിംഗ് അപ്പ് ഓഫ് ദ സർവീക്സിനെയാണ് നമ്മൾ ഇഫേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഏകദേശം 1.5 സെൻറ്റിമീറ്ററിൽ താഴെ ആയിരിക്കും അപ്പോൾ സർവീസിൻ്റെ വലുപ്പം. അങ്ങനെ ഓൾസോ ഇറ്റ് അഡ്മിറ്റ്സ് 1 ഫിംഗർ ഈസിലി. അപ്പം കുറച്ച് ഡയലറ്റേഷനും അവിടെ വരുന്നുണ്ട്. ദെൻ സെർവൈക്കൽ കനാൽ ഈസ് ഡയലേറ്റബിൾ. അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്കാണ് സെർവൈക്കൽ റൈപ്പനിങ് എന്ന് പറയുന്നത്. ഇതാണ് പ്രീ ലേബറിലുണ്ടാകുന്ന സെർവൈക്കൽ ചേഞ്ചസ്. അതിനോടുകൂടി നമ്മൾ ഓൾറെഡി പറഞ്ഞ് ഫോൾസ് പെയിനും അപ്പിയർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ 2-3 ആഴ്ച മുൻപ്, ലേബറിന് മുമ്പായിട്ടുള്ള അവസ്ഥയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ട്രൂ ലേബർ പെയിൻ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. എന്താണ് ട്രൂ ലേബർ പെയിൻ? അപ്പോൾ ഇതെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിൽ 2-3 ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നാലാമതൊന്നും അല്ലാത്തത് ആഡ് ചെയ്തിട്ട് വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്യാരക്ടർ ഓഫ് ട്രൂ ലേബർ പെയിൻ എന്ന് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഫോൾസ് ലേബർ പെയിൻ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ക്യാരക്ടേഴ്സ്. പെയിൻഫുൾ യൂട്രൈൻ കൺട്രാക്ഷൻ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. പെയിൻഫുൾ യൂട്രൈൻ കൺട്രാക്ഷൻ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. മറ്റേ ഇറഗുലറാണ്, ഇത് റെഗുലർ ഇൻ്റർവെല്ലിലായിട്ട് ഇങ്ങനെ ഉണ്ടാവും. Frequency of contraction increase gradually. The intensity and duration of contractions increase progressively and associated with the show. Show എന്താണ് നമ്മൾ വരും സ്ലൈഡുകളിൽ പഠിക്കുന്നുണ്ട്. A progressive effacement and dilatation of the cervix. Then descent of the presenting part. Formation of bag of four waters and also not relieved by enema and or sedatives. അപ്പം യൂട്രൈൻ കൺട്രാക്ഷൻ പെയിൻഫുൾ ആയിരിക്കും, റെഗുലർ ഇൻ്റർവെൽസിലായിരിക്കും, ഫ്രീക്വൻസി ഓഫ് കൺട്രാക്ഷൻ കൂടും, ഇൻറ്റൻസിറ്റി ആൻഡ് ഡ്യൂറേഷൻ ഓഫ് കൺട്രാക്ഷൻ പതുക്കെ കൂടി വരും, ഷോ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇഫേസ്മെൻറ്റ് ആൻഡ് ഡയലറ്റേഷൻ ഓഫ് ദ സർവിക്സ് ഉണ്ടാവും, ഡെസെൻറ്റ് ഓഫ് ദ പ്രസൻറ്റിംഗ് പാർട്ട് ഉണ്ടാവും, ഫോർമേഷൻ ഓഫ് ബാഗ് ഓഫ് വാട്ടേഴ്സ് ഉണ്ടാവും, ആൻഡ് നോട്ട് റിലീവ്ഡ് ബൈ എനിമ ഓർ സെഡേറ്റീവ്സ്. അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം വരാവുന്നതാണ്. അപ്പോൾ ഫോൾസ് ലേബർ പെയിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ഡൾ ഇൻ നേച്ചർ. ഡള്ളായിട്ടുള്ള ഒരു ഡൾ ഏക്കിംഗ് പെയിൻ ആയിരിക്കും. ഇറ്റ് ഈസ് കൺഫൈൻഡ് ടു ലോവർ അബ്ഡമൻ ആൻഡ് ഗ്രോയിൻ. മറ്റത് ലോവർ ബാക്കിലേക്കാണ് റേഡിയേറ്റ് ചെയ്യുക, ഇത് ലോവർ അബ്ഡമൻ ആൻഡ് ഗ്രോയിൻ ആയിരിക്കും കുറച്ചും കൂടി. ഇറ്റ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ഹാർഡനിങ് ഓഫ് ദ യൂട്രസ്. അപ്പം നമുക്കറിയാം ഈ യൂട്രൈൻ കൺട്രാക്ഷൻ്റെ സമയത്താണ് ട്രൂ ലേബർ പെയിൻ വരുന്നത്. അപ്പോൾ യൂട്രസ് വിൽ ബി ഹാർഡ് ലൈക്ക് എനിത്തിങ്. സോ ഭയങ്കര ഹാർഡായിരിക്കും യൂട്രസ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്രസ് പാൽപ്പേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഫോൾസ് ലേബർ പെയിൻ സമയത്ത് യൂട്രസിന് യാതൊരു ഹാർഡ് കൺസിസ്റ്റൻസി ഉണ്ടാവില്ല, സോഫ്റ്റ് ആയിരിക്കും. ദേ ഹാവ് നോ അതർ ഫീച്ചേഴ്സ് ഓഫ് ട്രൂ ലേബർ പെയിൻ ആസ് ഡിസ്കസ്ഡ് എബവ്. മറ്റുള്ള ഫീച്ചേഴ്സ് ഒന്നും തന്നെ കാണിക്കില്ല. ആൻഡ് യൂഷ്വലി റിലീവ്ഡ് ബൈ എനിമ ആൻഡ് ഓർ സെഡേറ്റീവ്സ്. അപ്പോൾ ഇത്രയാണ് ഫോൾസ് ലേബർ പെയിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അടുത്ത ഷോ, ഇതും ഒരു ചോദ്യമായിട്ട് വരാവുന്നതാണ്. എക്സ്പെൽഷൻ ഓഫ് സെർവൈക്കൽ മ്യൂക്കസ് പ്ലഗ് മിക്സഡ് വിത്ത് ബ്ലഡ് ഈസ് കോൾഡ് ഷോ. നമുക്കറിയാം ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സെർവൈക്സ് വിൽ ബി ഫിക്സഡ് വിത്ത് എ മ്യൂക്കസ് പ്ലഗ്. അപ്പോൾ ആ മ്യൂക്കസ് പ്ലഗ് ലേബർ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് പിന്നെ അത് ഇളകി പോരുന്നത്.
അപ്പോൾ ആ മ്യൂക്കസ് പ്ലഗ് അലോങ് വിത്ത് ബ്ലഡിനെയാണ് നമ്മൾ ഷോ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പെൽഷൻ ഓഫ് സെർവൈക്കൽ മ്യൂക്കസ് പ്ലഗ് മിക്സഡ് വിത്ത് ബ്ലഡ് ഈസ് കോൾഡ് ഷോ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കോൺസെപ്റ്റാണ് ബാഗ് ഓഫ് വാട്ടേഴ്സ്. അതായത് ഫീറ്റൽ മെംബ്രെയിൻസ് വിത്ത് ലിക്കർ വിച്ച് ഹാസ് പാസ്ഡ് ബിലോ ദി പ്രസൻറ്റിംഗ് പാർട്ട് ഈസ് കോൾഡ് ബാഗ് ഓഫ് വാട്ടേഴ്സ്. അതായത് കുട്ടിയുടെ പ്രസൻറ്റിംഗ് പാർട്ടിൻ്റെ താഴേക്ക് മെംബ്രെയിനും പ്ലസ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അതിന് മുമ്പായിട്ട് തലയാണ് പ്രസൻറ്റിംഗ് പാർട്ടെങ്കിൽ അതിന് മുമ്പിലായിട്ട് ഒരു ബാഗ് ഓഫ് വാട്ടർ മുന്നിൽ പ്രിസീഡ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ ബാഗ് ഓഫ് വാട്ടേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ചിത്രം നമ്മൾ വരും സ്ലൈഡുകളിൽ കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, ഇതാണ് ബാഗ് ഓഫ് വാട്ടേഴ്സ്. അപ്പം ഏറ്റവും മുകളിലുള്ള ആദ്യത്തെ ചിത്രം എ എന്ന് അടയാളപ്പെടുത്തിയ ചിത്രം നോക്കുക. അതിൽ ഹെഡാണ് ദ പ്രസൻറ്റിംഗ് പാർട്ട്. അതിന് മുമ്പായിട്ട് ചെറുതായിട്ട് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇങ്ങനെ മുൻപിലായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. പിന്നെ താഴെ കാണിക്കുന്നത് സർവീക്സ് ആണ്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്നത് കാണാം. അപ്പം അതിൻ്റെ അടുത്ത ചിത്രം നോക്കുക ബി. അത് കുറച്ചും കൂടി ബൾജായിട്ടുണ്ട്. അപ്പം ആ കുട്ടിയുടെ മുമ്പിലായിട്ട് ആ മെംബ്രെയിനും വാട്ടറും കൂടി ബൾജ് ചെയ്ത് ഇങ്ങനെ വരികയാണ്. അപ്പോൾ സിയിലേക്ക് എത്തുമ്പോൾ അത് നന്നായിട്ടൊരു ബൾബ് പോലെ ബൾജ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഉപകാരം എന്ന് പറഞ്ഞാൽ ദിസ് വിൽ എനേബിൾ ദ ഡയലറ്റേഷൻ ഓഫ് സർവീക്സ് ഓൾസോ. സർവീക്സിനെ ഡയലേറ്റ് ചെയ്യാനും ഈ ബാഗ് ഓഫ് വാട്ടേഴ്സ് സഹായിക്കും. അതങ്ങനെ പതുക്കെ പോയി ബൾജ് ചെയ്ത് അങ്ങനെ ഡയലേറ്റ് ചെയ്യും. അപ്പം ഈ മുൻപിൽ കുട്ടിയുടെ തലയുടെ ഫ്രണ്ടിലായിട്ട് പോകുന്നതിനെ നമ്മൾ ഫോർ വാട്ടേഴ്സ് എന്നും കുട്ടിയുടെ പുറകിലായിട്ടുള്ള അമ്നിയോട്ടിക് ഫ്ലൂയിഡിനെ നമ്മൾ ഹൈൻഡ് വാട്ടേഴ്സ് എന്നും പറയും. അതാണ് ഇതിലെ ടെർമിനോളജീസ്. അപ്പം നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കും എന്ന് വിശ്വസിക്കണം. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റേജസ് ഓഫ് ലേബർ ആണ്. കൺവെൻഷനലി ഈവൻറ്റ്സ് ഓഫ് ലേബർ ആർ ഡിവൈഡഡ് ഇൻറ്റു 3 സ്റ്റേജസ്. 3 സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ കോമൺ ആയിട്ട് പറയാറ്. ഇപ്പം ഒരു 4th സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് ലേബറിന് ശേഷമുള്ളൊരു മണിക്കൂറിനെ നമ്മൾ പറയാറുണ്ട്. അപ്പം ഫസ്റ്റ് സ്റ്റേജ് എന്താണെന്ന് നോക്കാം. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഓൺസെറ്റ് ഓഫ് ട്രൂ ലേബർ പെയിൻ ആൻഡ് എൻഡ്സ് വിത്ത് ഫുൾ ഡയലറ്റേഷൻ ഓഫ് സർവീക്സ്. അപ്പം ട്രൂ ലേബർ പെയിൻ തുടങ്ങി ഫുൾ ഡയലറ്റേഷൻ ഓഫ് സർവീക്സ് എത്തുന്ന വരെയുള്ള സമയത്തിനെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ സർവൈക്കൽ സ്റ്റേജ് എന്നും പറയാറുണ്ട്. അപ്പം ഒരു ചോദ്യം വരാം, വിച്ച് ഈസ് ദ സർവൈക്കൽ സ്റ്റേജ് ഓഫ് ലേബർ? ഫസ്റ്റ് സ്റ്റേജ് ആണ് സർവൈക്കൽ സ്റ്റേജ്. ആവറേജ് ഡ്യൂറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ആവറേജ് ഡ്യൂറേഷൻ ഈസ് 12 hours ഇൻ പ്രൈമി ഗ്രാവിഡെ ആൻഡ് 6 hours ഇൻ മൾട്ടിപാരെ. ഒന്നുകൂടി 12 മണിക്കൂറാണ് പ്രൈമി ഗ്രാവിഡയിൽ, 6 മണിക്കൂറാണ് മൾട്ടിപാരയിൽ. ഇതാണ് അതിൻ്റെ ഡ്യൂറേഷൻ. സോ ഓൾ ദീസ് പോയിൻറ്റ്സ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത സെക്കൻഡ് സ്റ്റേജ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഫുൾ ഡയലറ്റേഷൻ ഓഫ് സർവീക്സ് ആൻഡ് എൻഡ്സ് വിത്ത് ദ എക്സ്പെൽഷൻ ഓഫ് ദ ഫീറ്റസ് ഫ്രം ദ ബർത്ത് കനാൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പം ഫുൾ ഡയലറ്റേഷൻ ഓഫ് സർവീക്സ് വരെയാണ്. അപ്പോൾ അത് മുതൽ ഫുൾ ഡയലറ്റേഷൻ ഓഫ് സർവീക്സ് മുതൽ കുട്ടി അല്ലെങ്കിൽ ഫീറ്റസ് ഫുള്ളായിട്ട് എക്സ്പെൽ ചെയ്യുന്ന വരെയുള്ള സ്റ്റേജിനെയാണ് നമ്മൾ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിന് 2 ഫേസ് ഉണ്ട്. ഒന്ന് പ്രൊപ്പൽസീവ് ഫേസും 2 എക്സ്പെൽസീവ് ഫേസും. ഈ പ്രൊപ്പൽസീവ് ഫേസ് എന്ന് പറഞ്ഞാൽ ഫുൾ ഡയലറ്റേഷൻ അപ് ടു ദ ഡിസെൻഡ് ഓഫ് ദ പ്രസൻറ്റിംഗ് പാർട്ട് ടു ദ പെൽവിക് ഫ്ലോർ. ഫുൾ ഡയലറ്റേഷൻ മുതൽ പെൽവിക് ഫ്ലോർ വരെ പ്രസൻറ്റിംഗ് പാർട്ട് എത്തുന്നതിനെയാണ് നമ്മൾ പ്രൊപ്പൽസീവ് ഫേസ് എന്ന് പറയുന്നത്. എക്സ്പെൽസീവ് ഫേസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൽഷൻ അല്ലേ, പുറത്തേക്കാകുന്നു. സോ മെറ്റേണൽ ബിയറിംഗ് ഡൗൺ എഫേർട്സും പിന്നെ കുട്ടിയുടെ ഡെലിവറിയും രണ്ടും കൂടി വരുന്ന ആ ഒരു ഫേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പെൽസീവ് ഫേസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിസ്റ്റിങ്വിഷ്ഡ് ബൈ ഡെലിവറി ഓഫ് ദ ബേബി. അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ, ഈ സെക്കൻഡ് സ്റ്റേജിൻ്റെ ഡ്യൂറേഷൻ 2 മണിക്കൂറാണ് സാധാരണ പ്രൈമി ഗ്രാവിഡയിൽ ഉണ്ടാവാറുള്ളത്. 30 minutes ആണ് നമ്മൾ സാധാരണ മൾട്ടിപാരയിൽ ഉണ്ടാവാറുള്ളത്. അതാണ് അതിൻ്റെ ഡ്യൂറേഷനുമായിട്ട് വന്നത്. 2 മണിക്കൂർ ആൻഡ് 30 minutes. അപ്പോൾ 2 മണിക്കൂർ പ്രൈമിയിലും 30 minutes മൾട്ടിയിലും. അടുത്തത് തേർഡ് സ്റ്റേജ് ആണ്. തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ബിഗിൻസ് ആഫ്റ്റർ എക്സ്പെൽഷൻ ഓഫ് ദ ഫീറ്റസ് ആൻഡ് എൻഡ്സ് വിത്ത് ദ എക്സ്പെൽഷൻ ഓഫ് പ്ലാസൻഡ ആൻഡ് മെംബ്രെയിൻസ്. അതായത് കുട്ടി പുറത്തു വരുന്നത് വരെയുള്ള സമയമാണ് നമ്മൾ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കുട്ടി പുറത്ത് വന്നതിന് ശേഷം പ്ലാസൻ്റെയും മെംബ്രെയിൻസും പുറത്തു വരുന്നത്, ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിൻ്റെ ആവറേജ് ഡ്യൂറേഷൻ 15 minutes ആണ്. അത് പ്രൈമിയിലാണെങ്കിലും മൾട്ടിയിലാണെങ്കിലും രണ്ടും 15 minutes ആണ്. ദ ഡ്യൂറേഷൻ ഈസ് ഹൗവർ റെഡ്യൂസ് ടു 5 minutes ഇൻ ആക്റ്റീവ് മാനേജ്മെൻറ്റ്. ആക്റ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് തേർഡ് സ്റ്റേജ് ഓഫ് ലേബർ നമ്മൾ മാനേജ്മെൻറ്റിൽ പറയും. അപ്പോൾ ആ ഒരു ഇതിലാണെങ്കിൽ നമ്മൾ 5 minutes വരെ അതിൻ്റെ ദൈർഘ്യം കുറയ്ക്കാവുന്നതാണ്. നോർമലി ഇറ്റ് ഈസ് 15 minutes. അടുത്തത് ഫിസിയോളജി ഓഫ് നോർമൽ ലേബർ ആണ് പറയുന്നത്. ഡ്യൂറിങ് പ്രഗ്നൻസി ദർ ഈസ് മാർക്കഡ് ഹൈപ്പർട്രോഫി ആൻഡ് ഹൈപ്പർപ്ലേസിയ ഓഫ് ദ യൂട്രൈൻ മസിൽസ്. നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ, യൂട്രസ് വലുതാവുന്ന രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഹൈപ്പർട്രോഫി ഉണ്ട്, ഹൈപ്പർപ്ലേസിയ ഉണ്ട് മസിലിൻ്റെ.
and at term the uterus measures about 35 centimeter including cervix. cervix അടക്കം യൂട്രസിൻ്റെ ലെങ്ത്ത് 35 സെൻറ്റിമീറ്റർ ആണ് അറ്റ് ടേമിൽ. ആൻഡ് ഫണ്ടസ് ഈസ് വൈഡർ ബോത്ത് ട്രാൻസ്വേഴ്സ്ലി ആൻഡ് ആൻറ്ററോപോസ്റ്റീരിയർലി ദാൻ ദ ലോവർ സെഗ്മെൻറ്റ്. ദ യൂട്രസ് അസ്യൂംസ് എ പൈറി ഫോം ഓർ ഒവോയിഡ് ഷേപ്പ്. അപ്പോൾ യൂട്രസിൻ്റെ ഷേപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പൈറി ഫോം അല്ലെങ്കിൽ ഒവോയിഡ് ഷേപ്പ്. ആൻഡ് സർവൈക്കൽ കനാൽ ഈസ് ഒക്ലൂഡഡ് ബൈ തിക്ക് ടെനേഷ്യസ് ആൻഡ് മ്യൂക്കസ് പ്ലഗ്. ഇതാണ് നോർമൽ ആയിട്ട് സംഭവിക്കുന്ന ഫിസിയോളജി. ഈ മ്യൂക്കസ് പ്ലഗ് ആണ് പിന്നെ ഷോ ആയിട്ട് ലേബറിലേക്ക് പുറത്തു വരുന്നത്. അപ്പം ഇത് നമ്മൾ ഇതെങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതിൽ യൂട്രൈൻ കൺട്രാക്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ യൂട്രൈൻ കൺട്രാക്ഷൻ നമുക്കറിയാം, ത്രൂ ഔട്ട് പ്രഗ്നൻസി ദർ ഇസ് എ ഇറഗുലർ ആൻഡ് ഇൻവോളണ്ടറി സ്പാസ്മോഡിക് യൂട്രൈൻ കൺട്രാക്ഷൻ വിച്ച് ആർ പെയിൻലെസ് ആൻഡ് ഹാവ് നോ എഫക്റ്റ് ഓൺ ദ ഡയലറ്റേഷൻ ഓഫ് സർവിക്സ്. അപ്പോൾ ഇതൊരു ചോദ്യമാണ്, ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻ. നമ്മൾ മുമ്പ് ഒരു ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഗ്നൻസിയുടെ ത്രൂ ഔട്ടായിട്ട് ഉണ്ടാവും. These are irregular and involuntary spasmodic uterine contractions. These are painless contractions and these have no effect on the dilatation of cervix. അപ്പോൾ നമ്മുടെ പ്രസവത്തിൽ, അതായത് നമ്മുടെ ഡെലിവറിയിൽ ഈ ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻ യാതൊരു റോളും ഇല്ല. പക്ഷേ ഈ കൺട്രാക്ഷനാണ് പിന്നീട് യൂട്രൈൻ കൺട്രാക്ഷനായിട്ട് മാറി വരുന്നത് എന്നുള്ളതാണ്. ദ ക്യാരക്ടർ ഓഫ് ദ കൺട്രാക്ഷൻ ചേഞ്ചസ് വിത്ത് ദ ഓൺസെറ്റ് ഓഫ് ലേബർ. ആൻഡ് ഇത് വേറൊരു കാര്യം പറയുന്നത് വെച്ചാൽ പേസ് മേക്കർ ഓഫ് യൂട്രൈൻ കൺട്രാക്ഷൻ എവിടെയാണെന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ ദ റീജിയൺ ഓഫ് ട്യൂബൽ ഓസ്റ്റിയ, അതായത് ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഓപ്പണിംഗ് വരുന്ന ഭാഗത്താണ് പേസ് മേക്കർ ഓഫ് യൂട്രൈൻ കൺട്രാക്ഷൻ ഇരിക്കുന്നത്. അവിടെ നിന്നാണ് വേവ്സ് ഓഫ് കൺട്രാക്ഷൻ താഴത്തേക്ക് വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പം ട്യൂബൽ ഓസ്റ്റിയയിലാണ് പേസ് മേക്കർ ഓഫ് യൂട്രൈൻ കൺട്രാക്ഷൻ ഇരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ കൺട്രാക്ഷനുമായിട്ട് വന്നത്. ആൻഡ് വേവ്സ് ഓഫ് കൺട്രാക്ഷൻ ഫോളോ എ റെഗുലർ പാറ്റേൺ. The upper segment of the uterus contracts more strongly and for longer time than the lower part. അപ്പോൾ നിങ്ങൾക്കറിയാം, മുകളിൽ നിന്ന് നന്നായിട്ട് കൺട്രാക്ട് ചെയ്താൽ താഴത്തേക്ക് കുട്ടി എക്സ്പെൽ ചെയ്ത് വരികയുള്ളൂ. അപ്പോൾ അപ്പർ സെഗ്മെൻ്റാണ് കൂടുതൽ സ്ട്രോങ് ആയിട്ട് കൺട്രാക്ട് ചെയ്യേണ്ടത്. അങ്ങനെ കൺട്രാക്ട് ചെയ്യുമ്പോൾ ഇൻട്രാ അമ്നിയോട്ടിക് പ്രഷർ ഏകദേശം 20 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി വരെ ഉയരാം. ആൻഡ് പെയിൻ ഓഫ് യൂട്രൈൻ കൺട്രാക്ഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അലോങ് ദ ക്യൂട്ടേനിയസ് നെർവ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് T10 to L1. അപ്പം നമുക്കത് ചോദ്യമായിട്ട് വരാൻ വേണമെങ്കിൽ പെയിൻ ഓഫ് യൂട്രൈൻ കൺട്രാക്ഷൻ ഏത് നെർവ് ഡിസ്ട്രിബ്യൂഷനിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ T10 to L1 ഡിസ്ട്രിബ്യൂഷനിലാണ് പെയിൻ ഓഫ് യൂട്രൈൻ കൺട്രാക്ഷൻ വരുന്നത്. ഇനി അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് റിട്രാക്ഷൻ. എന്താണ് റിട്രാക്ഷൻ? ഇറ്റ് ഈസ് എ ഫിനോമിനോൺ ഓഫ് ദ യൂട്രസ് ഇൻ ലേബർ ഇൻ വിച്ച് ദ മസിൽ ഫൈബേഴ്സ് ആർ പെർമനൻ്റലി ഷോർട്ടൻഡ്. അത് മസിൽ ഫൈബേഴ്സ് പെർമനൻ്റ് ആയിട്ട് ഷോർട്ടൻ ചെയ്യുന്ന ഒരവസ്ഥയ്ക്കാണ് നമ്മൾ റിട്രാക്ഷൻ എന്ന് പറയുന്നത്. അത് യൂട്രൈൻ മസിലിൻ്റെ മാത്രം പ്രത്യേകതയാണ്. സോ അൺലൈക്ക് എനി അതർ മസിൽസ് ഓഫ് ദ ബോഡി, യൂട്രൈൻ മസിൽസ് ഹാവ് ദിസ് പ്രോപ്പർട്ടി ടു ബിക്കം ഷോർട്ടൻഡ് വൺസ് ആൻഡ് ഫോർ ഓൾ. അപ്പം ഒരു പ്രാവശ്യം കൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അടുത്ത ഡെലിവറി അല്ലെങ്കിൽ പ്രഗ്നൻസി ആവുന്ന സമയത്ത് മാത്രമേ അത് റിലാക്സ് ആവുള്ളൂ. അതുവരെ അത് ഷോർട്ടൻഡ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പം കൺട്രാക്റ്റഡ് വൺസ് ആൻഡ് ഫോർ ഓൾ എന്നുള്ള ആ ഒരു കൺട്രാക്ഷനാണ് റിട്രാക്ഷൻ എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് കൺട്രാക്ട് ചെയ്തിരിക്കുന്ന അവസ്ഥയ്ക്കാണ് റിട്രാക്ഷൻ. അത് യൂട്രൈൻ മസിൽസിൻ്റെ മാത്രം പ്രോപ്പർട്ടിയാണ്. അപ്പോൾ കൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ടെമ്പററി റിഡക്ഷൻ ഇൻ ലെങ്ത് ഓഫ് ഫൈബേഴ്സ് ആണ് വിച്ച് അറ്റൈൻ ദെയർ ഫുൾ ലെങ്ത് ഡ്യൂറിങ് റിലാക്സേഷൻ. അപ്പം കൺട്രാക്ഷൻ റിലാക്സേഷൻ ആൾട്ടർനേറ്റീവായിട്ട് നടക്കുന്നതുകൊണ്ടാണ് നമ്മളെ മൊബിലിറ്റി എല്ലാം നടക്കുന്നത്. പക്ഷേ ഇത് യൂട്രസിനെ സംബന്ധിച്ചോളം ദർ ഇസ് ഓൺലി റിട്രാക്ഷൻ ആഫ്റ്റർ ദ ഡെലിവറി. ഇറ്റ് വിൽ പെർമനൻ്റ്ലി കൺട്രാക്ട്. സോ നിങ്ങൾക്ക് ഈ ചിത്രം നോക്കിയാൽ കാണാൻ പറ്റും. ആദ്യത്തെ മസിൽ ഫൈബർ റിലാക്സ്ഡ് ആണ്, അടുത്തത് കൺട്രാക്റ്റഡ് ആണ്. പക്ഷേ റിട്രാക്ഷൻ്റെ പ്രോഗ്രസ് നോക്കൂ, അത് ആദ്യം ഒരു റിലാക്സ്ഡ് പൊസിഷനിലാണ്, അത് പിന്നെ കൺട്രാക്ട് ചെയ്ത് ഈ അറ്റത്തെത്തുമ്പോഴേക്കും അത് കംപ്ലീറ്റ്ലി കൺട്രാക്റ്റഡ് ആണ്. പിന്നെ അത് തിരിച്ച് പുറകോട്ട് വരില്ല. അപ്പോൾ അതാണ് പ്രോഗ്രസീവ് റിട്രാക്ഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റാണ്, അറിഞ്ഞിരിക്കണം. ഇനി ഇതിൻ്റെ എഫക്റ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോർമൽ ലേബറിൽ. ഒന്ന്, ഫോർമേഷൻ ഓഫ് ലോവർ യൂട്രൈൻ സെഗ്മെൻറ്റ് ആൻഡ് ഡയലറ്റേഷൻ ആൻഡ് ഇഫേസ്മെൻറ്റ് ഓഫ് സർവിക്സ്. രണ്ട്, ഡിസെൻഡ് ഓഫ് ദ പ്രസൻറ്റിംഗ് പാർട്ട് ബൈ the uterine contractions and to help the ultimate expulsion of the fetus. അടുത്തത്, reduce the surface area of the uterus favoring the separation of placenta. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാസൻ്റ പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാൻ കാരണം ഒന്ന് ഈ റിട്രാക്ഷനാണ്. അത് റിട്രാക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ യൂട്രസിൻ്റെ സർഫസ് ഏരിയ കുറയുകയും പ്ലാസൻ്റയുടെ സർഫസ് ഏരിയ അതുപോലെ റിമെയിൻ ചെയ്യുമ്പോൾ അത് തമ്മിൽ വേർപെടാൻ സഹായകരമാവും. അതുപോലെ തന്നെ എഫക്റ്റീവ് ഹീമോസ്റ്റാസിസ് ആഫ്റ്റർ ദ സെപ്പറേഷൻ ഓഫ് ദ പ്ലാസൻ്റ. ഈ റിട്രാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഈ മസിൽ ഫൈബേഴ്സിൻ്റെ ഇടയിൽപ്പെട്ട് ബ്ലഡ് വെസൽ ഞെരുങ്ങുമ്പോൾ ഒരു ക്ലാമ്പിംഗ് എഫക്റ്റ് വന്നിട്ട് ഹീമോസ്റ്റാസിസ് വരും. അതിനെപ്പറ്റി നമ്മൾ അടുത്ത ഒരു സ്ലൈഡിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് നോക്കിയാൽ അറിയാം. ഇതാണ് ആദ്യത്തെ ചിത്രം. എ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്
പ്രൈമി ഗ്രാവിഡയും അടുത്തത് മൾട്ടി ഗ്രാവിഡേൻ്റെയാണ്. രണ്ടിലും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം സർവൈക്കൽ കനാൽ ഏറ്റവും മുകളിലത്തെ ചിത്രത്തിൽ എയിൽ നിങ്ങൾക്കറിയാം സർവൈക്കൽ കനാൽ വ്യക്തമായിട്ട് കാണാം, സർവീക്സ് കാണാം. പിന്നീട് സർവീക്സ് മുകളിലേക്ക് കയറി പോകുന്നത് കാണാം. അതിനെയാണ് നമ്മൾ ഇഫേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ സർവീക്സിൻ്റെ കനാൽ ഡയലേറ്റ് ചെയ്ത് വരുന്നത് കാണാം. അതിനെ നമ്മൾ ഡയലറ്റേഷൻ ഓഫ് സർവീക്സ് എന്ന് പറയും. ഇതാണ് സംഭവിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ നമ്മൾ പറയുന്ന എന്താ പറയുക ഡെലിവറിയുടെ മസിൽ പ്രോസസ്സ്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ആദ്യത്തെ ഏറ്റവും മുകളിൽ കാണുന്ന അബ്ഡോമിനൽ മസിൽ പ്രഷറാണ്, അതിൻ്റെ ഉള്ളിൽ യൂട്രൈൻ മസിൽ കൺട്രാക്ഷൻ. ഇത് രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് സംഭവിക്കുമ്പോഴാണ് കുട്ടിയുടെ എക്സ്പെൽഷൻ നടക്കുന്നത്, താഴത്തേക്ക് വരുന്നത്. അപ്പം ബിയറിംഗ് ഡൗൺ എഫേർട്സ് ഓഫ് മദർ എലോങ് വിത്ത് യൂട്രൈൻ കൺട്രാക്ഷൻ രണ്ടും കൂടിയും വരണം ഒരുമിച്ച്. അങ്ങനെ ആകുമ്പോഴാണ് കുട്ടി എക്സ്പെൽഡ് ആവുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞ ഈ റിട്രാക്ഷൻ്റെ സമയത്ത് സംഭവിക്കുന്നത് ആദ്യത്തെ ചിത്രത്തിൽ നോക്കൂ, ബ്ലഡ് വെസൽസ് ആർ റണ്ണിങ് ഇൻ ബിറ്റ്വീൻ ദീസ് മസിൽ ഫൈബേഴ്സ്. അപ്പം യൂട്രൈൻ മസിൽസ് ഫൈബേഴ്സാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നോക്കൂ രണ്ടാമത്തെ ചിത്രം, ആ ബ്ലഡ് വെസൽ ആകെ സിഗ്സാഗായി പോയി അല്ലേ, ക്ലാമ്പ് ചെയ്ത പോലെയായി. അത് റിട്രാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ യൂട്രൈൻ മസിൽസ് ഈ ബ്ലഡ് വെസലിനെ കംപ്രസ് ചെയ്യുകയും അതുവഴി ബ്ലീഡിങ് ഇല്ലാതാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതൊരു ക്ലാമ്പിംഗ് എഫക്റ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ലിവിങ് ലൈഗേച്ചർ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വാക്ക്, ലിവിങ് ലൈഗേച്ചർ. യൂട്രൈൻ മസിൽസ് ആർ ദ ലിവിങ് ലൈഗേച്ചർ വിച്ച് വിൽ റിട്രാക്ട് ഓൺ ഇറ്റ്സ് ഓൺ ആൻഡ് റെഡ്യൂസ് ദ ബ്ലീഡിങ്. ഇനി നമ്മൾ മെക്കാനിസം ഓഫ് ലേബറിൻ്റെ ഒരു സമ്മറിയാണ് പറയാൻ പോകുന്നത്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. എൻഗേജ്മെൻ്റ് ആണ് ഫസ്റ്റ് നടക്കുന്നത്. കുട്ടിയുടെ പ്രസൻറ്റിംഗ് പാർട്ട് ബ്രിമ്മിലേക്ക് ഇറങ്ങുന്നു. അതുപോലെ തന്നെ ഇറങ്ങി കഴിയുമ്പോൾ ഒരു ഡിസെൻറ്റ് സംഭവിക്കുന്നു. ആ ഡിസെൻറ്റ് സംഭവിക്കുന്നതനുസരിച്ച് പെൽവിക് ഫ്ലോറിൽ പോയി കുട്ടിയുടെ പ്രസൻറ്റിംഗ് പാർട്ട് തട്ടുമ്പോൾ അവിടെ ഫ്ലെക്ഷൻ സംഭവിക്കുന്നു. അപ്പോൾ ഫ്ലെക്ഷൻ കൂടി വരുമ്പോൾ കുട്ടിയുടെ പ്രസൻറ്റിംഗ് പാർട്ട് ഇൻറ്റേർണൽ റൊട്ടേഷൻ നടന്ന് പ്രസൻറ്റിംഗ് പാർട്ട് ഓക്സിപുട്ടാണ് ഏതാണ് അതിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ അത് ദാറ്റ് വിൽ കം അണ്ടർ ദ സിംഫൈസിസ് പ്യൂബിസ് ആൻഡ് ക്രൗണിങ് ഹാപ്പൻസ്. ക്രൗണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ബൈപേരറ്റൽ ഡയമീറ്റർ വിൽ സ്ട്രെച്ച് ദ വൾവൽ ഔട്ട്ലെറ്റ്. ബൈപേരറ്റൽ ഡയമീറ്റർ പോയിട്ട് വൾവൽ ഔട്ട്ലെറ്റിനെ സ്ട്രെച്ച് ചെയ്യുകയും പിന്നെ അത് പുറകോട്ട് വരാത്ത രീതിയിൽ അങ്ങനെ വൾവൽ ഔട്ട്ലെറ്റിനെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നതിനാണ് ക്രൗണിങ് എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ ക്രൗണിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുട്ടിയുടെ ഹെഡ് ഡെലിവേർഡ് ബൈ എക്സ്റ്റൻഷൻ, ഇത് പെരിനിയൽ വാൾ സ്വീപ്പ് ചെയ്തുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഹെഡ് ഡെലിവറി ആവുകയും അതുപോലെ തന്നെ ഓൾറെഡി ഒരു 2/8 അല്ലെങ്കിൽ 1/8 തിരിഞ്ഞിട്ടുണ്ടാകും. ഓരോ പൊസിഷൻ അനുസരിച്ചാണ്. തിരിഞ്ഞതിൻ്റെ ടോർഷൻ മാറ്റാൻ വേണ്ടി റെസ്റ്റിറ്റ്യൂഷൻ തിരിച്ച് തിരിയുകയും ചെയ്യും കഴുത്ത്. അതിനോടൊപ്പം തന്നെ എക്സ്റ്റേണൽ റൊട്ടേഷൻ സംഭവിക്കും. എന്തിനാണെന്ന് വെച്ചാൽ ഷോൾഡർ നമ്മളുടെ സിംഫൈസിസ് പ്യൂബിസിൻ്റെ അടിയിലേക്ക് വരാനും അങ്ങനെ ഡെലിവറി ഓഫ് ഷോൾഡർ, ആൻറ്റീരിയർ ഷോൾഡർ ആദ്യം വരും, പോസ്റ്റീരിയർ ഷോൾഡർ പിന്നെ വരും. അത് ലാറ്ററൽ ഫ്ലെക്ഷൻ വഴിയാണ് വരുന്നത്. അതിൻ്റെ ചിത്രങ്ങൾ ഞാൻ കാണിക്കാം. So this is what I told. Progressive descent of the fetal head is assessed by abdominally in terms of fifths. അപ്പോൾ നമ്മൾ അബ്ഡോമിനലി കൈ വെച്ചിട്ട് എത്ര വിരൽ ഹെഡ് പാൽപ്പബിൾ ആണെന്ന് നോക്കും. അതിനനുസരിച്ചാണ് കുട്ടിയുടെ ഡിസെൻറ്റ് നമുക്ക് കണക്കാക്കാൻ പറ്റുക. അതുപോലെ തന്നെ വജൈനലി നോക്കുമ്പോൾ സ്റ്റേഷൻ ഓഫ് ഹെഡാണ് നോക്കുക. സ്റ്റേഷൻ ഓഫ് ഹെഡ് നമ്മൾ ഇഷിയൽ സ്പൈനിൻ്റെ ലെവലിലാണ് സ്റ്റേഷൻ ഓഫ് ഹെഡ് നോക്കുന്നത്. അറ്റ് ദ ലെവൽ ഓഫ് ഇഷിയൽ സ്പൈൻ സ്റ്റേഷൻ 0 ആണ്. അതുപോലെ തന്നെ സക്സസ്ഫുൾ ഡെലിവറി ഡിപ്പെൻഡ് അപ്പോൺ 3 P's. 3 P'നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സക്സസ്ഫുൾ ഡെലിവറി എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ P എന്ന് പറഞ്ഞാൽ പവർ, അതായത് യൂട്രൈൻ കൺട്രാക്ഷൻ. 2 ദ പാസഞ്ചർ, അതായത് ഫീറ്റസ്. 3 ദ പാസേജ്, അതായത് പെൽവിസ്. ഇത് 3ഉം ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ഡെലിവറി ഉണ്ടാവുകയുള്ളൂ. അടുത്തത് ക്രൗണിങ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതിലെ മാക്സിമം ഡയമീറ്റർ ഓഫ് ദ ഹെഡ്, ദാറ്റ് ഈസ് ദ ബൈപൈരറ്റൽ ഡയമീറ്റർ സ്ട്രെച്ചസ് ദ വൾവൽ ഔട്ട്ലെറ്റ് വിത്തൗട്ട് എനി റിസെഷൻ ഓഫ് ദ ഹെഡ് ഈവൻ ആഫ്റ്റർ ദ കൺട്രാക്ഷൻ ഈസ് ഓവർ ഈസ് കോൾഡ് ക്രൗണിങ് ഓഫ് ഹെഡ്. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്റ്റെൻഡ് ചെയ്ത് തിരിച്ച് കൺട്രാക്ഷൻ പോയാലും ഉള്ളിലേക്ക് കയറി പോകാത്ത രീതിയിൽ ഡിസ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നതിനെയാണ് നമ്മൾ ക്രൗണിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി ഡെലിവറിയുടെ പ്രോസസ്സ് പറഞ്ഞു. കുട്ടിയുടെ തല എൻഗേജ്മെൻറ്റായി ഡിസെൻഡായി പെൽവിസിൽ തട്ടുമ്പോൾ അത് ഇൻക്രീസിങ് ഫ്ലെക്ഷൻ വന്നു. അങ്ങനെ പിന്നെ ഇൻറ്റേർണൽ റൊട്ടേഷൻ വന്നു. കുട്ടിയുടെ എന്താ പറയുക തല എക്സ്റ്റൻഷൻ വഴി പുറത്തേക്ക് ഡെലിവറി ആവും. നിങ്ങൾക്കറിയാം പെരിനിയം സ്വീപ്പ് ചെയ്തുകൊണ്ട് എക്സ്റ്റൻഷൻ വഴി കുട്ടിയുടെ തല പുറത്തേക്ക് ആവുന്നു. D എന്ന ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്ത അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വീണ്ടും ഇൻറ്റേർണൽ റൊട്ടേഷൻ നടന്ന് ഷോൾഡർ സിംഫൈസിസ് പ്യൂബിസിൻ്റെ അടിയിൽ വന്ന് ആൻറ്റീരിയർ ഷോൾഡർ ഡെലിവറി ആവുന്നു, പോസ്റ്റീരിയർ ഷോൾഡർ ഡെലിവറി ആവുന്നു, ആൻഡ് ട്രങ്ക് ലാറ്ററൽ ഫ്ലെക്ഷൻ വഴി പുറത്തേക്ക് വരുന്നു. ഇതാണ് ഡെലിവറിയുടെ ഒരു മെക്കാനിസം.
ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് പാർട്ടോഗ്രാഫ്. എന്താണ് പാർട്ടോഗ്രാഫ്, ആരാണിത് ഡിസൈൻ ചെയ്തതെന്നുള്ളതാണ്. ആദ്യമായിട്ട് ഇത് ഡിസൈൻ ചെയ്തത് ഫ്രീഡ്മാൻ എന്ന വ്യക്തിയാണ് 1954. അതുപോലെ തന്നെ പാർട്ടോഗ്രാഫ് എന്താണ്? ഇറ്റ്സ് എ കോമ്പോസിറ്റ് ഗ്രാഫിക്കൽ റെക്കോർഡ് ഓഫ് സർവൈക്കൽ ഡയലറ്റേഷൻ ആൻഡ് ഡിസെൻറ്റ് ഓഫ് ഹെഡ് എഗെയിൻസ്റ്റ് ഡ്യൂറേഷൻ ഓഫ് ലേബർ ഇൻ അവേഴ്സ്. നിങ്ങൾക്ക് നോക്കാം, ആ ചുവന്ന അക്ഷരത്തിൽ എഴുതിയെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പാർട്ടോഗ്രാഫിൽ വരുന്ന കാര്യങ്ങളാണ്. ഒന്ന് സർവൈക്കൽ ഡയലറ്റേഷൻ വരുന്നു, രണ്ട് ഡിസെൻറ്റ് ഓഫ് ഹെഡ് വരുന്നു. അത് നമ്മൾ എന്തിനെതിരെയാണ് പ്ലോട്ട് ചെയ്യുന്നത്? ഡ്യൂറേഷൻ ഓഫ് ലേബർ അല്ലെങ്കിൽ ടൈമിനെതിരെയാണ് പ്ലോട്ട് ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ ഗീവ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഫീറ്റൽ ആൻഡ് മെറ്റേണൽ കണ്ടീഷൻ വിച്ച് ആർ ഓൾ റെക്കോർഡഡ് ഇൻ എ സിംഗിൾ ഷീറ്റ് ഓഫ് പേപ്പർ. അതിൻ്റെ കൂടെ നമ്മൾ ഫീറ്റൽ കണ്ടീഷനും മെറ്റേണൽ കണ്ടീഷനും എല്ലാം ഒരു സിംഗിൾ ഷീറ്റ് ഓഫ് പേപ്പറിൽ റെക്കോർഡ് ചെയ്യുന്നു. ഇതാണ് പാർട്ടോഗ്രാഫ്. അപ്പോൾ ഒന്നുകൂടി അതിൻ്റെ സർവൈക്കൽ ഡയലറ്റേഷനും ഡിസെൻറ്റ് ഓഫ് ഹെഡും ഡ്യൂറേഷൻ ഓഫ് ലേബറിന് അഗെയിൻസ്റ്റാണ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയി കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ആദ്യത്തെ ആ പോർഷൻ, ഫസ്റ്റ് ഗ്രാഫ് നിങ്ങൾക്ക് നോക്കിയാൽ ഫീറ്റൽ ഹാർട്ട് റേറ്റ് ആണ് അവിടെ കാണിക്കുന്നത്. നമ്മളുടെ ഏറ്റവും പറഞ്ഞിരിക്കുന്ന പാർട്ടോഗ്രാഫിൻ്റെ കോമ്പോസിറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഗ്രാഫാണ്. അവിടെ സർവൈക്കൽ ഡയലറ്റേഷനും ഡിസെൻറ്റ് ഓഫ് ഹെഡും നമ്മളുടെ ഡ്യൂറേഷൻ ഓഫ് ലേബർ ഇൻ അവേഴ്സിനെതിരെയാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അത് ഡിഫറെൻറ്റ് രീതിയിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരും ക്ലാസ്സുകളിൽ പാർട്ടോഗ്രാഫ് ഒരു പ്രത്യേകമായിട്ട് പറയാൻ തന്നെ ഉണ്ട്. പിന്നെ മൂന്നാമത്തെ ഗ്രാഫിൽ നമ്മൾ യൂട്രൈൻ കൺട്രാക്ഷൻസ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ യോക്സ്റ്റോസിൻ കൊടുക്കുന്നതിൻ്റെ യൂണിറ്റും അവിടെ അടയാളപ്പെടുത്താം. പിന്നെ മെറ്റേണൽ ആൻഡ് ഫീറ്റൽ പാരാമീറ്റേഴ്സിലെ മെറ്റേണൽ പാരാമീറ്റേഴ്സാണ് താഴെ വരുന്നത്. അവിടെ BP, അതുപോലെ തന്നെ യൂറിൻ ഔട്ട്പുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം താഴെ അടയാളപ്പെടുത്താം. ഇതെല്ലാം ഒറ്റ പേപ്പറിൽ അടയാളപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ഈ പാർട്ടോഗ്രാഫുമായിട്ട് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർവൈക്കൽ ഡയലറ്റേഷൻ ആൻഡ് ഡിസെൻറ്റ് ഓഫ് ഹെഡ് അഗെയിൻസ്റ്റ് ഡ്യൂറേഷൻ ഓഫ് ലേബർ. അടുത്ത സയൻസ് ഓഫ് പ്ലാസൻ്റൽ സെപ്പറേഷൻ. ഇത് വേറൊരു ചോദ്യമാണ്. അത് രണ്ട് രീതിയിലുണ്ട്. പെർ അബ്ഡോമിനൽ സയൻസ് ഉണ്ട്, പെർ വജൈനൽ സയൻസും ഉണ്ട്. അപ്പോൾ പെർ അബ്ഡോമിനൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് യൂട്രസ് ബിക്കം ഗ്ലോബുലാർ, ഫേം ആൻഡ് ബെലോട്ടബിൾ. അതുപോലെ തന്നെ ഫണ്ടൽ ഹൈറ്റ് ഈസ് സ്ലൈറ്റ്ലി റൈസ്ഡ്, ദെൻ സ്ലൈറ്റ് ബൾജിങ് ഇൻ ദ സുപ്രാബ്യൂബിക് റീജിയൻ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വയറിൻ്റെ മുകളിൽ നോക്കിയാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ പെർ വജൈനൽ സയൻസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സ്ലൈറ്റ് ഗഷ് ഓഫ് വജൈനൽ ബ്ലീഡിങ് ആൻഡ് പെർമനൻറ്റ് ലെങ്തനിങ് ഓഫ് ദ കോഡ്. ഈ രണ്ട് കാര്യങ്ങളാണ്, ഗഷ് ഓഫ് വജൈനൽ ബ്ലീഡും പെർമനൻറ്റ് ലെങ്ത് ഓഫ് കോഡും. ഇത് രണ്ടും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സൈൻ ഓഫ് പ്ലാസൻ്റൽ സെപ്പറേഷൻ ആണ്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് ക്യാൻ ബി എ ക്വസ്റ്റ്യൻ. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞു, ഫോർത്ത് സ്റ്റേജ് ഓഫ് ലേബർ. എന്താണ് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്? നമ്മൾ 3 സ്റ്റേജാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഫോർത്ത് സ്റ്റേജ് ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അറ്റ്ലീസ്റ്റ് 1 hour ഒബ്സർവേഷൻ ഫോളോയിങ് ഡെലിവറി ഓഫ് ദ ബേബി, പ്ലാസൻ്റ ആൻഡ് ദ മെംബ്രെയിൻസ് ടു എൻഷുർ ദാറ്റ് ബോത്ത് ദ മദർ ആൻഡ് ദ ബേബി ആർ വെൽ. അമ്മയും കുട്ടിയും സുഖമായിട്ടിരിക്കുന്നു എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടി ഡെലിവറിക്ക് ശേഷം ഒരു 1 മണിക്കൂറും കൂടി കുട്ടിയെ അല്ലെങ്കിൽ അമ്മയെ ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോർത്ത് സ്റ്റേജ് ഓഫ് ലേബർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കുള്ളത് മാനേജ്മെൻറ്റ് ഓഫ് ലേബറാണ്, സ്റ്റേജസ് ഓഫ് ലേബർ. അത് നമ്മൾ സമയപരിമിതി മൂലം ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇനി വരുന്ന സെഷനിൽ നമ്മൾ മാനേജ്മെൻറ്റ് ഓഫ് സ്റ്റേജസ് ഓഫ് ലേബർ പറയും. അതിലുള്ള പോയിൻറ്റുകൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പം ക്ലാസ്സുകൾ കാണുക, നന്നായി പഠിക്കുക, മാക്സിമം ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് എ ഗുഡ് സ്റ്റഡി ടൈം. താങ്ക് യു.